നമസ്കാരം. ആര് മുഖ്യമന്ത്രിയാകും? കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ഇത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മറ്റു സ്റ്റേറ്റുകളിൽ പോലും കാത്തിരിക്കുകയാണ്. അതായത് നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കന്മാർ, പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ കേരളത്തെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിരിക്കുന്ന ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയെ വളരെ മോശമായ മ്ലേച്ഛമായ ഭാഷയിൽ പരിഹസിച്ച ഘട്ടത്തിൽ ഇന്ത്യയിലെ നാഷണൽ ചാനലടക്കം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പിടിപ്പുകയെ കുറിച്ചാണ്. അദ്ദേഹം കൊള്ളാത്തത് കൊണ്ടാണ് KC വേണുഗോപാലിനെ കേരളത്തിൽ കെട്ടിയിറക്കിയത് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല, വിദേശത്തും മലയാളികളുള്ള എല്ലാ സ്ഥലത്തും ആരാണ് മുഖ്യമന്ത്രി എന്ന ചർച്ച നടക്കാൻ കാരണം കേരളത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം ശക്തമായി ടീം UDF എന്ന നിലയിൽ എല്ലാ മുന്നണികളിലെ ഘടകകക്ഷികളെ ഒറ്റക്കെട്ടായി നയിച്ച് കേരളത്തിലെ ഭരണത്തിലെത്തിച്ചത്, അതും 102 സീറ്റിന്റെ ഭൂരിപക്ഷത്തോടെ ഭരണത്തിലെത്തിച്ചത് VD സതീശനാണ്. അദ്ദേഹം നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത പ്രകാരം കൃത്യമായി തന്നെ കണക്ക് കൂട്ടി ഒരു നേതാവിനും പറയാൻ പറ്റാത്ത വിധത്തിൽ ഓരോ മണ്ഡലത്തിന്റെ കണക്ക് പോലും പറഞ്ഞ് ഈ സീറ്റുകളിലെല്ലാം UDF വിജയിക്കും എന്ന് കൃത്യമായി കണ്ടെത്തിയിട്ടുള്ള ഒരാളാണ് VD സതീശൻ. അങ്ങനെ VD സതീശൻ നയിച്ച് കേരളത്തിൽ ഇവിടെ UDFനെ ഭരണത്തിൽ എത്തിച്ച ശേഷം അത് ഇനി ഞങ്ങൾ KC വേണുഗോപാലാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു വന്നാൽ കേരളത്തിലെ ജനങ്ങൾ സഹിക്കുമോ? ലോകത്തുള്ള മലയാളികൾ സഹിക്കുമോ? ഇത് തന്നെയാണ് കൃത്യമായി പറഞ്ഞാൽ VM സുധീരനും അതേപോലെ നമ്മുടെ മുരളീധരനും ഇന്നലെ രാഹുൽ ഗാന്ധിയോട്, സോണിയാഗാന്ധിയോടും വളരെ വ്യക്തമായി കൃത്യമായി പറഞ്ഞത്. മാത്രമല്ല, ഇപ്പോൾ ഒരു MLA പോലും അല്ലാത്ത നമ്മുടെ വേണുഗോപാൽ ഇവിടെ വന്ന് മത്സരിച്ച് വരുമ്പോൾ തീർച്ചയായും ശോഭ അവിടെ ആലപ്പുഴയിൽ ഉറപ്പായിട്ടും ഈ ശോഭാ സുരേന്ദ്രൻ അവിടെ വീണ്ടും മത്സരിച്ചാൽ ആ സീറ്റ് വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് നരേന്ദ്രമോദി തന്നെ അവിടെ ഇറങ്ങും. അതോടൊപ്പം ഇരിക്കൂറിൽ പോയി മത്സരിച്ച് ജയിക്കാനാണ് ഭാവമെങ്കിൽ അവിടെയും ജനങ്ങൾ ഭയങ്കര വയലന്റ് ആണ്. സജീവ് ജോസഫിനെതിരെ അവിടെ ഭയങ്കര വലിയ തോതിലുള്ള ആക്ഷേപങ്ങളുമായി ജനങ്ങൾ പൊതുനിരത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അത് വളരെ ഗുരുതരമായ അവസ്ഥയാണ്. ഇത് ഇവിടെ മാത്രമല്ല, കേരളത്തിലെ ഒരു നേതാവിനും പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കുന്നു. ആരൊക്കെ KC വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അവരെയൊക്കെ തന്നെ പൊതുജനം ചൂലെടുത്ത് കാത്തിരിക്കുകയാണ്. മുമ്പ് ഷാഫി പറമ്പിൽ കേരളത്തിലെ ഏറ്റവും അധികം ജനപിന്തുണയുള്ള നേതാവാണ്. പക്ഷെ ഇപ്പോൾ അതല്ല സ്ഥിതി. അദ്ദേഹത്തിന് വടകരയിൽ പോലും ഇറങ്ങിയാൽ അവിടെ തോൽപ്പിക്കുമെന്ന് അവിടെയുള്ള മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും അണികൾ പരസ്യമായി പറയുകയാണ്. ഇത് എവിടെ എത്തിച്ചേരും? ഇത് വളരെ വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലേക്ക് നീങ്ങുകയാണ്. എന്തായാലും ഇപ്പോൾ VM സുധീരന്റെയും K മുരളീധരന്റെയും വാക്കുകൾ കൃത്യമായി രാഹുൽ ഗാന്ധി കേട്ടിരിക്കുന്നു, സോണിയാഗാന്ധി കേട്ടിരിക്കുന്നു. സോണിയാഗാന്ധി കൃത്യമായി മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരോട്, സാദിഖ് അലി ശിഹാബ് തങ്ങളോട് നേരിട്ട് സംസാരിച്ചിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി ജനവികാരം VD സതീശന് അനുകൂലമാണ്. അതുകൊണ്ട് VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകണം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതിൽ നിർണായക പങ്ക് വഹിച്ചത് കൃത്യമായി പറഞ്ഞാൽ VM സുധീരനും അതേപോലെ K മുരളീധരനാണ്. അവർ ഇന്നലെ പത്രസമ്മേളനത്തിൽ ഇന്നും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പൂർണ്ണമായി കേൾക്കാം. പറയാനുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വളരെ സംതൃപ്തി നൽകുന്നു. നല്ലൊരു അനുഭവമായിരുന്നു. കേരളത്തിലെ യഥാർത്ഥ വിഷയം, ജനങ്ങളുടെ വികാരം, മഹാഭൂരിപക്ഷം വരുന്ന UDF പ്രവർത്തകരുടെ, കോൺഗ്രസ് പ്രവർത്തകരുൾപ്പെടെ ആ വികാരം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. ഇനി തീരുമാനമെടുക്കേണ്ടത് തീർച്ചയായും നേതൃത്വമാണല്ലോ. ഏതായാലും എനിക്ക് ബോധ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും, എൻ്റെ ശ്രദ്ധയിൽ വന്ന എല്ലാ കാര്യങ്ങളും, ജനവികാരം ഉൾപ്പെടെ എല്ലാം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സംതൃപ്തിയോട് കൂടിയിട്ടാണ് കൂടിക്കാഴ്ച അത് അവസാനിച്ചത്. അതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതൊന്നും സാധ്യമായുള്ള ചർച്ച വെളിപ്പെടുത്തുന്നത് ശരിയല്ല, അനൗചിത്യമാണ്. അപ്പം അതുകൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ മറ്റ് വിശദാംശങ്ങൾ പറയുന്നത് ശരിയല്ല.
കൊണ്ടുള്ള തീരുമാനമായിരിക്കും ഹൈക്കമാൻഡ് അല്ല, അതെനിക്കറിഞ്ഞുകൂടാ. ഞാൻ അവിടുത്തെ എനിക്ക് ബോധ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുത്തി. അദ്ദേഹം വളരെ ക്ഷമാപൂർവം തന്നെ അതെല്ലാം അദ്ദേഹത്തെ എനിക്കറിഞ്ഞുകൂടാ. അതൊക്കെ അവർ തീരുമാനിക്കേണ്ടതാണ്. അല്ല, അത് ഞാൻ പറയുന്നത് അതൊന്നും പറയുന്നത് ശരിയല്ലല്ലോ. ചർച്ചയുടെ വിശദാംശങ്ങളോ ചർച്ചയെക്കുറിച്ചോ പുറത്തു പറയുന്നത് ഒട്ടും ശരിയല്ല. ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അത് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം ക്ഷമാപൂർവ്വം തന്നെ കേട്ടിരുന്നു. No, I cannot say publicly the details of the discussion. Anyway, I had a patient hearing. I talked to him and explained to him and appraised him the situation, developing situation in Kerala and my impressions. Sir, will there be a CM this week in Kerala? That I don't know. Thank you. രാഹുൽ ഗാന്ധിക്ക് ബോധ്യപ്പെട്ട് ജനവികാരം മാനിക്കപ്പെടുന്നു. അല്ല, അത് എനിക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ തീരുമാനമെടുക്കേണ്ടത്, ഉചിതമായ തീരുമാനമെടുക്കേണ്ടത് പാർട്ടി നേതൃത്വമാണ്. പക്ഷേ എന്തിനാണോ എന്നെ വിളിപ്പിച്ചത് ആ അഭിപ്രായം, എൻ്റെ അഭിപ്രായം, ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല, രാഷ്ട്രീയമായി UDF ഗുണകരമായ തീരുമാനം എന്താണോ, അതുപോലെ പാർട്ടി കേരളത്തിലെ ഭരണ സംവിധാനത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ വികാരം എന്താണോ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വളരെ സത്യസന്ധമായി അദ്ദേഹത്തോട് കൺവേ ചെയ്തു. എത്ര സമയം നമ്മൾ ഇരുന്നോ അത്രയും സമയം എന്തായാലും നാളെ തന്നെ എന്തായാലും ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും രാഹുൽ ഗാന്ധി എത്രത്തോളം കാര്യങ്ങൾ ചോദിച്ചോ? എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നമ്മൾ പറയാനുള്ള മുഴുവൻ അധികം കേൾക്കുന്നു, വിശദമായിട്ട് കേട്ടു. എന്താണ് കേരളത്തിലെ സാഹചര്യം എന്താണ്? തീരുമാനം നാളത്തോടെ ഉണ്ടാവും. ഞാൻ ശ്രീ രാഹുൽ ഗാന്ധി ആയിട്ടുള്ള ഏത് ചർച്ചയിലും ഞാൻ പൂർണ്ണ തൃപ്തനാണ്. തീരുമാനം ഇവിടുന്ന് എടുക്കും പറയാം. നാളെ എന്തായാലും ഉണ്ടാവും. ഏതായാലും എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും. എനിക്കല്ലെങ്കിൽ അസംതൃപ്തി ഇല്ലല്ലോ.